സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകെയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകെയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം ജാതി നാം അവനവകാശമം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമം ജനം നാം. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം ഇന്ന് പകലിൽ ദൈവം നമുക്ക് വേണ്ടതായ ആരോഗ്യം ബലവും ആയുസ്സ് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹ നിശ്ചയം ചെയ്യണമെങ്കിൽ സാധാരണ സ്വാഭാവികമായിട്ട് നാം ചിന്തിക്കാവുന്നതാണ്. നമ്മള് ആദ്യം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് ചിന്തയുണ്ട്. ഇനി അവന് കുടുംബമാക്കാം. അവർ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കും. നാട്ടുരീതിയാണ്. അവർ നമ്മളെ അറിയിക്കും. അച്ഛനിങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ആവേശം ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ശരിയാണോ? അച്ഛൻ പറഞ്ഞ ശരിയാണോ? അമ്മ പറഞ്ഞ ശരിയാണോ? അമ്മച്ചന്മാർ പറഞ്ഞ ശരിയാണോ എന്ന് നമ്മൾ വിലയിരുത്തും. അവർക്ക് തക്കതായ ഒരു മറുപടി നമ്മൾ കൊടുക്കും എന്ന പ്രതീക്ഷയോടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടിയെ പോയി ആദ്യം കാണാൻ കർത്താവ് നമ്മളെ കാണാൻ വന്നത് എപ്പോഴാണ്? ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഉള്ള വിലയിരുത്തൽ എങ്ങനെയായിരിക്കണം? നമ്മൾ യേശുവിനെ കണ്ടതല്ല, യേശു നമ്മളെ കണ്ടതാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അതിനൊരുപാട് പഴയ നിയമത്തിലെ വചനങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് എഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ അരികിലൂടെ കടന്നുപോയി, നീ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു, നിന്റെ കൊപ്പൽ മുറിച്ചിട്ടില്ല, പ്രഥമ ശുശ്രൂഷയൊന്നും ചെയ്തിട്ടില്ല, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചു പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശദീകരിക്കുന്നില്ല. 16-ാം അധ്യായത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ യേശു നമ്മളെ തേടി വന്ന് അതിനെ തുല്യമായ ഒരു വചനം ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ യെരിഹോവിലേക്ക് പോയി, യെരുശലേമിൽ പാർത്തിരിക്കുന്നവൻ അന്നത്തെ കാലത്ത് യെരിഹോവിലേക്ക് പോകുകയില്ല. ഒരു യഹൂദൻ പോകുകയില്ല. അവൻ ബൈപ്പാസ് ആണ് തേടിയത്. ബൈപ്പാസ് വരാൻ പാടില്ല. ശപിക്കപ്പെട്ടൊരു ദേശമാണ്. യഹൂദിന് കൊടുത്ത അവകാശ ഭൂമിയാണെങ്കിൽ ആ യെരിഹോവിനെ ദൈവനാമത്തിൽ ദൈവദാസൻ ശപിച്ചിട്ടുണ്ട്. അങ്ങനെ ശപിക്കപ്പെട്ട ഇടത്തുകൂടി ഒരിക്കലും പോകില്ല. അതൊരു കൊള്ള സങ്കേതമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരുത്തൻ പോയി, അവൻ അർത്ഥപ്രാണനായ മരണാവസ്ഥയിലായപ്പോൾ
സംഘങ്ങൾ അവനെ ഇട്ടിട്ട് പോയി. അവന്റെ പണവും അവന്റെ ആഹാരവും ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് ആ സഞ്ചാരിയെ ആക്രമിച്ച് മരണാസന്ന നിലയിലായപ്പോ ചത്തോ എന്ന് പറഞ്ഞപ്പോ ഇട്ടിട്ട് പോയവർ അതുവഴി ഒരു പുരോഹിതനും ലേവ്യനും കടന്നുപോയി. അവരുടെ പ്രമാണം അവനെ തൊടാനോ അവനെ വേണ്ടത് ചെയ്യാനോ അവർക്ക് അനുവാദമില്ല. ദൈവം തന്നെ വെച്ച ഒരു പ്രമാണം. അടുത്ത് ഒരു ശമര്യൻ വന്നു അവന്റെ വാഹനമൃഗത്തിൽ നിന്ന് ഇറങ്ങി അവനെ എന്ത് ചെയ്തു? എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ വാഹനം ഫസ്റ്റ് എയ്ഡ് ചെയ്തു. ഒരു അവന്റെ വാഹനമൃഗത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു. അവിടെ ആക്കിയിട്ട് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പോയിട്ട് തിരിച്ചു വരും. അധികം വല്ലതും കടപ്പെട്ടാൽ ഞാൻ തന്നുകൊള്ളും. അപ്പൊ ഈ ശമര്യക്കാരന് നന്നായിട്ട് ഈ വഴിയമ്പലക്കാരനെ അറിയാം. കാരണം ഫസ്റ്റ് എയ്ഡ് കരുതുക എന്ന് പറയുന്നത് യാത്രക്കാരന്റെ ആവശ്യമാണ്. KSRTC നമ്മുടെ KSRTC അറിയാനും ഏതൊരു വാഹനവും പുറത്തിറക്കുമ്പോൾ ആ വാഹനത്തിനുണ്ടായിരിക്കേണ്ട ചില സാധനങ്ങൾ, ജാക്കി, അതുപോലെ അടവയ്ക്കാനുള്ള വണ്ടി ബ്രേക്ക് ചെയ്ത് പാർക്കിംഗ് ആയാൽ ഹെവി വെഹിക്കിളാണെങ്കിൽ അതിന് ടയർ പിടിപ്പിക്കത്തക്കവണ്ണം അടവയ്ക്കാനുള്ള സാധനം തടിയിലുള്ളതും ഇരുമ്പിലുള്ളതും കാണും. ഫസ്റ്റ് എയ്ഡ് യാത്രക്കാരാണെങ്കിൽ എല്ലാ വാഹനത്തിലും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന വണ്ടി മാത്രമല്ല, എല്ലാ ഹെവി വെഹിക്കിൾസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഈ സഞ്ചാരിയാണോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിയിരിക്കണം. ഇവിടെ ഇവന്റെ എണ്ണയും വീഞ്ഞും ഒരു ഫസ്റ്റ് എയ്ഡാണ്. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. സുവിശേഷം സെൽവേഷൻ ആർമി സ്ഥാപകൻ സർ വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, സോപ്പ് സാൽവേഷൻ. അതിൽ രണ്ടർത്ഥങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കുളിപ്പിക്കുക. രണ്ട്, സൂപ്പ് ആഹാരം കൊടുക്കുക. മൂന്ന്, സുശേഷം. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. സോപ്പും സൂപ്പും ദേഹം ദേഹിക്കാം, സാൽവേഷൻ ആത്മാവിനാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവനെ അവിടെ കൊണ്ടാക്കി ആണ് പറഞ്ഞത്.